ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് പുളിഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് പുളിഞ്ചി. അപ്പോൾ നല്ല ഡാർക്ക് കളറിൽ നല്ല അടിപൊളി ഒരു പുളിഞ്ചിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള പുളിൻ്റെ വെള്ളം കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 2.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി നമ്മൾ അരിയുമ്പോൾ കുഞ്ഞതാക്കിയിട്ട് അരിയണം കേട്ടോ. അല്ലെങ്കിൽ ഇഞ്ചി ഇങ്ങനെ കടിക്കുമ്പോൾ ഇഞ്ചി കടിച്ച പോലെ എന്ന് പറയില്ലേ, അതേപോലെ ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്ക് ഇഞ്ചി കഴിക്കുമ്പോൾ നല്ല ഇതിൽ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളം ഒഴിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സാധാ ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ചെറിയൊരു കഷ്ണം കായത്തിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ പുളിവെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റി ശർക്കരയൊക്കെ മെൽറ്റായി ഇത് നല്ല ഡാർക്ക് കളറായി വരും കേട്ടോ. അത്രയും സമയം നമുക്ക് നേരെ തീയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ കത്തിക്കരുത്, നേരെ തീയിലിട്ടിട്ട് തന്നെ കത്തിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ പുളിഞ്ചിയൊക്കെ നല്ല കറുപ്പ് കളറായി വരുന്നുണ്ട്. നമ്മൾ ഇലയിലൊക്കെ വിളമ്പിയിട്ടുണ്ടെങ്കിൽ അവിടെ കെടുക്കും കേട്ടോ, ഒലിച്ചു പോകുമൊന്നുമില്ല. അത്രയും കട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പുളിഞ്ചിയൊക്കെ ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഉരുളിയിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടു പോകുന്ന വിധത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പുളിഞ്ചിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുകും വേപ്പിലും ഉണക്കമുളകും കൂടി താളിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ സദ്യയുടെ സ്വാദിഷ്ടമായ പുളിഞ്ചി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ സദ്യയുടെ അടുത്ത വിഭവമായിട്ട് നമുക്ക് കാണാം.